ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വളരെ വലിയൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് എനിക്ക് 30 വയസ്സ് തികയാണ്. സോ അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. ഈ കുറച്ച് മിനിറ്റുകൾ മുമ്പ് വരെ എനിക്ക് അത്രയും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ മുമ്പും പല വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കെട്ടിയോനും എൻ്റെ ഫാമിലിയൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായ എനിക്ക് കിട്ടിയാൽ ഒന്ന് മുഖം കാണിക്കൂ. ഓഫ് കിട്ടില്ല, ലീവില്ല, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രി ഫുൾ കരഞ്ഞ് ഞാനൊരു പരുവായിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി. അതൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് സർപ്രൈസ്ലി ഈ മനുഷ്യൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടാനില്ല. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൂടി കൂടെ ഉണ്ടായിരുന്നെന്നാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ സന്തോഷം ഉണ്ടായേനെ. കാരണം അവര് കാരണമാണല്ലോ, അവരും കൂടി ഒരു പാർട്ടാണ് ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ 30 വർഷം എൻ്റെ അപ്പനും എന്നെ എനിക്ക് ചെയ്തു തന്നത്. എന്താ പറയാ, എത്ര പറഞ്ഞാലും നമുക്ക് എത്ര താങ്ക്സ് ഞാൻ അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും മതി വരില്ല. താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, തന്നെ തന്നെയാണ് ചെയ്തു തരേണ്ട കടമയാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നടന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്തൊക്കെ സർപ്രൈസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് സർപ്രൈസ് ആവോ അല്ലെങ്കിൽ ചീറ്റി പോവോന്നൊക്കെ വഴിയെ കണ്ടറിയാം. ഇല്ല, അത് ചീറ്റിയൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം എന്നെ ബ്ലോഡ് ആയിപ്പോയി. അതിൽ നീട്ടി പോകുന്നുണ്ടോ? എന്തായാലും നിങ്ങളിത് കാണാൻ എന്റെ സന്തോഷമാണ്. അപ്പൊ ഞാൻ രാവിലെ പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ ചെറുത് പറഞ്ഞിരുന്നു എന്തായാലും ഇച്ചാനില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം കലൂരിപ്പള്ളിയിൽ പോയിരിക്കാം. എനിക്ക് ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തായാലും ഞാൻ കുറച്ചു നേരം പോയിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇച്ചാൻ എന്നെ കലൂരിപ്പള്ളി കൊണ്ടുവന്നാക്കി തന്നു. തിരിച്ച് വന്നു, നീ ഓട്ടോ വിളിച്ചു വന്നാൽ മതി, ഞാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നീ ഓട്ടോ വിളിച്ചു വന്നാൽ എനിക്ക് ഓട്ടോയ്ക്ക് തിരിച്ചു പോരാനുള്ള പൈസ ഒക്കെ തന്നു വിട്ട് ഞാൻ ഓട്ടോയ്ക്ക് വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇച്ചാൻ്റെ വണ്ടിയില്ല, ബാഗിലൊന്നും ഇല്ല. ഇച്ചാൻ പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ എടി ബാക്കിൽ ജിയെ വിളിക്കുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കി. അവൾ എന്റെ ഫോണിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഫോണിലേക്ക് തന്നെ അവള് വിളിക്കണം, ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചോ. അല്ല, നീ ബാക്കിൽ പോയി നോക്കി നോക്കുന്നു. ബാക്കിൽ പോയി നോക്കിയപ്പോ എന്നിട്ട് നീ മുതൽ നിക്കണ്. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത്. പിന്നത്തെ സർപ്രൈസ് എന്ന് പറയുന്നത്, എനിക്കിങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഞാൻ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാറുണ്ട്. ഒരുവിധം എല്ലാവരും ഞാൻ ഓർത്ത് വിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിഷ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചിഞ്ചും മരിയൊക്കെ കൂടിയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് എനിക്ക് അയച്ചത്. അതൊക്കെ ഞാൻ പറ്റണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാട്ടോ. ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഇടാൻ പറ്റുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ ഞാൻ അത് ഷോർട്സ് ആയിട്ട് ഇടാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണ്ടി സ്നേഹത്തോടു കൂടി അവരുടെ ഒരു ടൈം നമുക്ക് വേണ്ടി കളയുവാണ്. മീൻസ് പൈസ കൊടുത്ത് വാങ്ങുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതിനോട് എനിക്ക് വേണ്ടി ഒരാൾ പൈസ ചെലവാക്കാൻ ഒരിക്കലും ഞാൻ പറയാറില്ല. പക്ഷെ എനിക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര വാല്യൂ കൊടുക്കുന്നൊരു സംഭവം. അപ്പോൾ എനിക്ക് വേണ്ടി അവർ കുറച്ച് സമയം എടുത്ത് അങ്ങനെ വീഡിയോ ഉണ്ടാക്കി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. അപ്പം അതാണ് സംഭവം. അപ്പൊ ഇന്നത്തെ എന്റെ സന്തോഷം എന്ന് പറയുന്നത്, ഇൻട്രോ തന്നെ 3 മിനിറ്റിനേക്കാളും കൂടുതലായില്ലേ. സാരമില്ല, ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനി കുഞ്ഞിപ്പെണ്ണിനെയും ചച്ചുമോനൊക്കെ പിക്ക് ചെയ്യാൻ പോകണം. അവരും അറിഞ്ഞിട്ടില്ല ഇച്ചാനൊന്ന് ഓഫാണെന്നുള്ളത്. പിള്ളേര് വണ്ടറടിക്കും. അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് സർപ്രൈസ് നമ്പർ 2. എടോ മനുഷ്യ, നിങ്ങൾ രാവിലെ താങ്ക് യു. അമ്മയില്ലേ? രാവിലെ ഇവിടെ നിൽക്കണ 2 പേരെന്നെ വിളിച്ചിട്ട് തൃശ്ശൂർക്ക് പോണം, തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പൊ എടപ്പള്ളിയില്. ഇതാണ് സർപ്രൈസ്, അടുത്ത സർപ്രൈസ്. പക്ഷെ എനിക്ക് എവിടെയോ എനിക്ക് മണത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സിജുമോന്റെ ഓവർ ഇത് കണ്ടിട്ട് അറിഞ്ഞൂടാ. നമ്മളൊക്കെ ഇപ്പൊ ലുലുവിൽ വന്നിരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനോ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടക്കുക, അത്രമാത്രം ഉദ്ദേശമുള്ളൂ. അപ്പോൾ എവിടേക്കൊന്നുമില്ലാത്തൊരു യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. വേറൊന്നുമില്ല, ഇനി എന്തൊക്കെ ഉണ്ടാവണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നടക്ക് ഫ്രണ്ടിലേക്ക് കടന്നോ.
വെറുതെ ലുലു മാളിത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ട് ഫോറം മാളിലേക്കാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചുമ്മാ മോള് കയറി ഒന്നും വാങ്ങിയില്ല, വെറുതെ ഇങ്ങനെ കയറി അത്ര കാണിച്ച് ഇറങ്ങി പോരാം. അതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഇവിടെ വന്നിട്ട് ഒരു അബദ്ധത്തിൽ സിജുമോൻ്റെ അടുത്ത് ഇവിടെ ലെൻസ് കാർട്ട് ഉണ്ട് ഇച്ചായ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ബാക്കിൽ കാണുന്ന ലെൻസ് കാർട്ടിലെ ആൾ കയറി ഇരിക്കുക. ഞങ്ങൾ അനാഥ പ്രേതങ്ങളെ പോലെ ഇതിൻ്റെ ഉള്ളിൽ നടക്കാം. ഏതായാലും ഒന്നും വാങ്ങില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ള സ്ഥിതിക്ക് എല്ലാ കടയിലും കയറി ഇറങ്ങുന്നുണ്ട്. യാതൊരു തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കയറി നോക്കി നോക്കാം. എൻ്റെ അഭിപ്രായം ഇവിടെ ഷർട്ടുകളാണെന്നാണ് അമ്മയുടെ അഭിപ്രായം. അമ്മയുടെ അഭിപ്രായം അല്ല, അമ്മയുടെ കംപ്ലൈൻറ്റ്. നോക്കണം എന്ത് ഉദ്ദേശം. കുഞ്ഞേ റെഡി 1 2 3 അച്ഛേ നാണായി നാണായി. അപ്പനാ ഫോൺ പിടിച്ചേക്കത് അമ്മ ഇവിടുന്ന് ഇറങ്ങണത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇപ്പം വീഡിയോ എടുക്കാൻ കേട്ടാ. അപ്പം ബോഡി റിലാക്സ് ചെയ്യാൻ പോവാ. എന്തായാലും ഉറങ്ങാൻ പോകുന്നതാണോ പറയാൻ പറ്റില്ല. അപ്പം കിടന്ന് ഉറങ്ങും. അപ്പം പറയാം എനിക്ക് വീട്ടിൽ നിന്ന് സമാധാനം ഇത്തിരി റിലാക്സേഷൻ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട്. സ്വാഭാവികം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വണ്ടർ അടിച്ച് നിന്ന ദിവസമാണ്. ഒട്ടും ഞാൻ ഈ ഡേ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്ന എൻ്റെ ഫാമിലി, എൻ്റെ അപ്പനും അമ്മയ്ക്കും ചിഞ്ചുവിനും ഇച്ചാനും എല്ലാവരോടും ഭയങ്കര വലിയ താങ്ക് യു ആൻഡ് എല്ലാവരോടും. അതുപോലെ തന്നെ എന്നെ ഓർത്ത് വിഷ് ചെയ്ത എൻ്റെ എല്ലാ വേണ്ടപ്പെട്ടവർക്കും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെന്താ അതന്നെ എനിക്ക് നമ്മൾ ഭയങ്കര സന്തോഷം വരുമ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടില്ല എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ വെഡിങ് അങ്ങനെ വെച്ച് കാരണം അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് നിങ്ങൾ ഓർത്ത് അവരെ വിഷ് ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതല്ലാണ്ട് വേറെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള ആഘോഷം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അധികം പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. നമുക്കിനി അടുത്ത വീട്ടിൽ കാണാൻ.